ഉൾക്കണ്ണിന്റെ കരുത്തിൽ പന്ത് തട്ടുന്നവർക്കൊപ്പം ചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ. കൊച്ചി കടവന്ത്ര ഗാമ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ബ്ലൈൻഡ് ഫുട്ബോൾ നാഷണൽ ടീമിന്റെ സെലക്ഷനിടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സന്ദർശനം. കണ്ണുമറച്ച് അവരിലൊരാളായി ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും കോച്ചും പന്ത് തട്ടി. ഉൾക്കണ്ണിന്റെ കാഴ്ചയിൽ ശബ്ദങ്ങൾക്കനുസരിച്ച് പന്ത് ചലിപ്പിക്കുന്നത് പ്രത്യേക കഴിവ് തന്നെയെന്ന് സമ്മതിച്ച് താരങ്ങൾ. It's really nice to be here. It's important for society, and it's also that we from Kerala Blasters supporting this kind of activities. Still as a human being, and like the guys here seems to be really motivated, and then of course it's really important thing that they have something to look forward, and obviously there's some interesting games coming up, and the people around here doing a fantastic job to support these kids. വളരെ സന്തോഷമുണ്ട്. കാരണം ഇവര് ഒന്നാമത് കണ്ണ് കാണാണ്ട് കളിക്കണത്, അതും ഒരു അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. ഇവരെ കണ്ടതിൽ വളരെ സന്തോഷം. ലോക ഭിന്നശേഷി ദിനത്തിലാണ് ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ താരങ്ങൾക്കൊപ്പം ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങൾ സമയം ചിലവിട്ടത്. ബ്ലൈൻഡ് ഫോൾ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പങ്കെടുത്ത മിലോസ് ഡ്രിൻസിച്ച്, അലക്സാൻഡ്രെ കോയെഫ്, മുഹമ്മദ് ഐമൻ, പരിശീലകൻ മൈക്കിൾ സ്റ്റാറെ എന്നിവർ അരമണിക്കൂറോളം ക്യാമ്പിൽ താരങ്ങളുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. കുറേ അറ്റംപ്റ്റ്സ് കഴിഞ്ഞിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നത്. അപ്പം അവർ നല്ലൊരു ബിസി സീസണിൻ്റെ ഇടയിൽ ഇതൊരു വേൾഡ് ഡിസബിലിറ്റി ഡേ എന്ന് പറഞ്ഞ് ഇവർക്ക് കൊമമറേറ്റ് ചെയ്യുന്ന ഡേ. ഇവരെ നമ്മൾ ഓണർ ചെയ്യുകയും അവരുടെ ഒരു സ്പോർട്ടിംഗ് സ്കിൽസും അവരുടെ എബിലിറ്റീസിനെ കാണിച്ചിട്ട് വേൾഡിനെ കാണിച്ച് അവർക്കൊരു പ്ലാറ്റ്ഫോം നമുക്കൊപ്പം ഫുട്ബോൾ എല്ലാവരെയും പോലെ തന്നെ കളിക്കുകയും. ഓഫ് കോഴ്സ് ഡിഫറെൻറ്റ് റൂൾസ് ആണ്, സെക്യൂർ ആയിരിക്കണം, സേഫ് ആയിരിക്കണം. ആൻഡ് ഞങ്ങളുടെ അറ്റംപ്റ്റ് ടോട്ടലി ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. നമുക്ക് ഗവൺമെൻറ് ഫണ്ടിങ് ഒന്നുമില്ല. ഞങ്ങൾ ആപ്പാടെ റൺ ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ സപ്പോർട്ട് വെച്ചിട്ടാണ്. ഡിസംബർ 16 മുതൽ റഷ്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ പാരാ ഫുട്ബോൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിന് ആശംസകൾ നേരുകയും ചെയ്താണ് ബ്ലാസ്റ്റേഴ്സ് ടീം മടങ്ങിയത്. ന്യൂസ് മലയാളം, കൊച്ചി.